മഴക്കാലത്ത് ആകാശത്തുണ്ടാകുന്ന ഇടിമിന്നൽ നമ്മളിൽ പലരിലും ഭയവും അതേസമയം അത്ഭുതവും ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. കാണാൻ ഏറെ മനോഹരമാണെങ്കിലും ഇതിന്റെ ശക്തി വളരെ കൂടുതലാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ വലിയ പ്രകാശവും ശബ്ദവും പെട്ടെന്ന് ഉണ്ടാകുമെന്ന്. ഇതിന് പിന്നിലെ ശാസ്ത്രീയമായ കാരണങ്ങൾ പരിശോധിച്ചാൽ വളരെ ലളിതമായി നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. വെൽക്കം ടു ഫ്രഞ്ച് ഫയൽസ്. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു വായുപ്രവാഹത്തിൽ നിന്നാണ് ഇതിന്റെയെല്ലാം തുടക്കം. ഭൂമിക്ക് മുകളിലുള്ള ചൂടും ഈർപ്പവുമുള്ള വായു അതിവേഗത്തിൽ മുകളിലെ തണുത്ത അന്തരീക്ഷങ്ങളിലേക്ക് ഉയർന്നു തുടങ്ങുന്നു. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന നീരാവി തണുപ്പ് കൂടുന്നത് അനുസരിച്ച് ചെറിയ ജലങ്ങളെയും പിന്നീട് അവ അതിശക്തമായ തണുപ്പ് കാരണം ചെറിയ ഐസ് കഷണങ്ങളെയും മാറിത്തീരുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഐസ് തരികൾ ശക്തമായ കാറ്റിൽ പരസ്പരം അതിവേഗത്തിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങും. ആകാശത്ത് നടക്കുന്ന ഈ നിരന്തരമായ കൂട്ടിയിടി കാരണം ഈ കണങ്ങളുടെ വലിപ്പം കൂടുകയും അവയ്ക്ക് ഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഭാരമേറിയ കണങ്ങൾ ഉണ്ടാകുന്നതാണ് മിന്നൽ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. ഈ ശക്തമായ ഘർഷണം വഴി അവിടെ വലിയ തോതിൽ വൈദ്യുത ചാർജ് ഉൽപ്പാദിക്കപ്പെടുന്നു. ഇവിടെ കൗതുകകരമായ മറ്റൊരു കാര്യം നടക്കുന്നത് വലിപ്പം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ ഐസ് കഷണങ്ങളിൽ പോസിറ്റീവ് ചാർജും ഭാരമേറിയ വലിയ കണങ്ങളിൽ നെഗറ്റീവ് ചാർജും രൂപപ്പെടുന്നു എന്നതാണ്. വായുപ്രവാഹത്തിന്റെ ഫലമായി ഭാരം കുറഞ്ഞ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ മേഘങ്ങളുടെ ഏറ്റവും മുകളിലെ ഭാഗത്തേക്ക് നീങ്ങുന്നു. എന്നാൽ ഭാരമേറിയ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ മേഘങ്ങളുടെ അടിഭാഗത്തായി വന്ന് നിറയുകയും ചെയ്യും. മേഘങ്ങൾക്കുള്ളിൽ ഇത്തരത്തിൽ ചാർജുകൾ വേർതിരിയുന്നത് ആകാശത്തും ഭൂമിയിലും വലിയ തോതിലുള്ള ഒരു വൈദ്യുത സമ്മർദ്ദം സൃഷ്ടിക്കാൻ കാരണമാകുന്നു. മേഘത്തിന്റെ താഴത്തെ തട്ടിൽ നെഗറ്റീവ് ചാർജ് നിറയുമ്പോൾ അതിന് നേരെ താഴെയുള്ള ഭൂമിയിൽ സ്വാഭാവികമായും പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിക്കപ്പെടുന്നു. മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവും ആയി നിൽക്കുന്ന ഈ അവസ്ഥ വളരെ അപകടകരമായ ഒന്നാണ്. ഈ രണ്ട് വിപരീത ചാർജുകളും തമ്മിൽ കൂട്ടിമുട്ടാൻ ശ്രമിക്കുമ്പോഴാണ് വലിയൊരു ഊർജ്ജസ്ഫോടനം തുടങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ മിന്നലായി കാണുന്നത്. ഇത് പല രീതിയിൽ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ മേഘത്തിലെ നെഗറ്റീവ് ചാർജ് നേരിട്ട് ഭൂമിയിലെ പോസിറ്റീവ് ചാർജിലേക്ക് പതിക്കുന്നു. മറ്റു ചിലപ്പോൾ ഇത് ഓരോ മേഘത്തിനുള്ളിൽ തന്നെയോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് മേഘങ്ങൾ തമ്മിലോ അത് ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ മിന്നൽ ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴും ഉയരമുള്ള മരങ്ങളിലോ കെട്ടിടങ്ങളിലോ ടെലിഫോൺ പോസ്റ്റുകളിലോ ഒക്കെ വന്നു പതിക്കുന്നത് സാധാരണയായി കാണാറുണ്ട്. എന്തുകൊണ്ടാണ് മിന്നൽ ഇത്തരം വസ്തുക്കളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം ദൂരത്തിന്റെ വ്യത്യാസമാണ്. ഭൂമിയിലെ ഉയരമുള്ള വസ്തുക്കളാണ് മേഘങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. കൂടാതെ ഇവയിലെല്ലാം പോസിറ്റീവ് ചാർജ് അടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ നിൽക്കുന്ന നെഗറ്റീവ് ചാർജിന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാധ്യമമായി ഈ ഉയരമുള്ള വസ്തുക്കൾ മാറുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ മിന്നലിന്റെ പാതയിൽ ആദ്യം വരുന്നത് ഇത്തരത്തിലുള്ള ഉയരമുള്ള ഘടനകളാണ്. ഇത്തരം ശക്തമായ കൊടുങ്കാറ്റുകളെയും ഇടിമിന്നലുകളെയും കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്തെ അത്യാധുനിക ഉപഗ്രഹങ്ങളുടെ സഹായമെന്നാണ് തേടുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ വളരെ വ്യക്തമായി അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഈ കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾക്ക് സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയ കൊടുങ്കാറ്റുകളെയും മിന്നലുകളെയും തത്സമയ വിവരങ്ങൾ ഇത്തരം സാറ്റലൈറ്റുകൾ കൃത്യമായി ശേഖരിക്കാറുണ്ട്. ഇവ കേവലം ചിത്രങ്ങൾ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ തീവ്രത എത്രത്തോളമായിരിക്കും, അത് ടൊർണാഡോ പോലുള്ള വലിയ അപകടങ്ങളിലേക്ക് വഴിമാറുമോ എന്നൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും. മനുഷ്യന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് വലിയ പങ്കുണ്ട്. അടുത്ത തവണ പുറത്ത് നല്ലൊരു മഴ മിന്നലും ഉണ്ടാകുമ്പോൾ പ്രകൃതി നടക്കുന്ന ഈ അത്ഭുതകരമായ ശാസ്ത്ര പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഓർക്കുമല്ലോ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.